ഹനാൻ ഷാ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വ്ളോഗിൽ തൻ്റെ വീട്ടിൽ പുതിയതായിട്ടൊരു പട്ടിക്കൂട് പണിയാൻ പോകുന്നു എന്നുള്ളൊരു കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു. കാരണം വീട്ടിൽ കുറേയധികം ആൾക്കാർ വരുന്നുണ്ട്. അത് സേഫ്റ്റിയൊക്കെ ഇഷ്യൂ ഒക്കെ കാരണം കൊണ്ട് കുറച്ച് പട്ടികളെയൊക്കെ വാങ്ങിച്ച് വളർത്താം എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ തനിക്ക് ഈ ഒരു പട്ടിയെ വളർത്തുന്ന കാര്യം പറഞ്ഞപ്പോൾ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ പട്ടിയെ വളർത്താൻ പാടില്ല എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ കളിയാക്കുന്ന രീതിയിൽ ഹനാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വന്ന് കൂട്ടിൽ കിടക്കുക, ഞാനുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള പ്രോട്ടീനും കാര്യങ്ങളൊക്കെ തരാം എന്ന് പറഞ്ഞ ഒരു കളിയാക്കുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു പറഞ്ഞ ഡയലോഗ് എടുത്തു വെച്ചിട്ട് കുറേയധികം പേര് ഇതിനെ എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ കിടക്കുന്ന വീഡിയോസ് കാണാം. കുറേയധികം അമ്മാവന്മാരൊക്കെ വന്ന് പറയുന്നുണ്ടായിരുന്നു, നീ എന്ത് സബ്സ്ക്രൈബേഴ്സിന് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന പട്ടികളെ പോലെ, നീ എന്താണ്, നിനക്ക് നാണമില്ലേ ഇങ്ങനെ സംസാരിക്കാൻ എന്നൊക്കെ പറഞ്ഞ് കുറേയധികം ഹനാനെതിരെ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ കമൻസും കാര്യങ്ങളും വന്നുകൊണ്ടിരുന്നു. ഹനാനുണ്ടെങ്കിൽ ആ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ വളരെ തമാശയ്ക്ക് പറഞ്ഞതാണ്. കാരണം ഇങ്ങനത്തുള്ള കമൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. പട്ടികളെ വളർത്താൻ പാടില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് വന്നപ്പോൾ അതിനെ പറഞ്ഞതാണ്. എൻ്റെ വീട്ടിൽ സുരക്ഷ വേണം, അതിനു വേണ്ടിയാണ് പട്ടികളെ വളർത്തുന്നത്. നിങ്ങൾക്കത് പട്ടി വളർത്തുന്നത് ഇഷ്ടം അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും വന്ന് ഇതിനെ കിടക്കാൻ പറഞ്ഞു, അങ്ങനെ തമാശയ്ക്ക് പറഞ്ഞതാണ്. അത് എടുത്തു വെച്ചിട്ട് ഭയങ്കരമായിട്ട് ഹനാനെതിരെ നെഗറ്റീവായിട്ടുള്ള കമൻസും വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നത് കണ്ട് എനിക്ക് അത് ഭയങ്കര നോർമലായിട്ട് പുള്ളി അതിലൊരു ഫണ്ണായിട്ട് കാര്യം പറഞ്ഞതാണ്. പക്ഷേ അതുപോലും ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്തിട്ട് അതിന് താഴെ വന്ന് കമൻറ്റിൽ മോശമായിട്ടുള്ള രീതിയിൽ കമൻറ്റ് പറയുക, അതുപോലെ അത് എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തിട്ട് അങ്ങനെ മോശമായിട്ടുള്ള രീതിയിൽ ഹനാനെ പറ്റി സംസാരിക്കുക, അങ്ങനത്തുള്ള കാര്യങ്ങൾ ചെയ്യുക. പുള്ളിക്ക് വന്ന കമൻസിനെതിരെ ഫണ്ണായിട്ട് പറഞ്ഞു എന്നുള്ള കാര്യമാണ്. അത് മനസ്സിലാക്കാൻ പോലും ആൾക്കാർക്ക് പറ്റുന്നില്ല എന്നാണ് തോന്നുന്നത്.